ഒരാഴ്ചത്തേക്ക് വേണ്ടി പോയ രണ്ടുപേർ 9 മാസങ്ങൾക്ക് ശേഷം ഇന്നലെ തിരിച്ചെത്തിയിട്ടുണ്ട്. സുനിത വില്യംസും ബുച്ച് ഫിൽമോറും. അവർ ശൂന്യാകാശത്തായിരുന്നു ഇന്നലെ തിരിച്ചെത്തി. ലോകം ആഘോഷിക്കുകയാണ്. അവർ തിരിച്ച് ഭൂമിയിലേക്ക് വന്നതിനെക്കുറിച്ച് എഴുത്തുകാരൻ അഭിലാഷ് ഫ്രേസർ വളരെ സുന്ദരമായി ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ശൂന്യാകാശത്തെ തൊട്ട കൈകൾ ഭൂമിയെ തൊടുന്നത് പഴയതുപോലാവില്ല. പ്രാണൻ എന്ന ഹരിത രഹസ്യത്തിന് മുമ്പിൽ അഞ്ജലിയാകും. ഓരോ അണുവും സ്നേഹത്തോടെ കോരിയെടുക്കുന്ന കൈക്കുമ്പിളാകും. ഭൂമിയുടെ അതിരുകൾ ഓരോന്നായി സ്നേഹപൂർവ്വം മായ്ച്ചു കളയുന്ന മഷിപ്പച്ചയാകും. അന്ധത മായ്ക്കുന്ന അഞ്ജനം എഴുതും. വാഴ്വിൻ്റെ മിഴിനീർ തുടയ്ക്കുന്ന ഊഴിയുടെ നെറുകിൽ തലോടുന്ന ആർദ്ര സ്പർശമാകും. ബ്യൂട്ടിഫുള്ളാണ്. ശൂന്യാകാശം കണ്ട് തിരിച്ചു വന്ന് ഈ രണ്ടുപേരും ഉറപ്പായിട്ടും പറയും, ഞങ്ങൾ സ്വർഗം കണ്ടു. ആ സ്വർഗം ഏതാ? ഈ ഭൂമി തന്നെയാണ്. ഈ ഭൂമിയാണ് സ്വർഗമെന്ന് കൃത്യമായിട്ട് അവർ പറയും. പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നത് കാരണം നമ്മൾ ശൂന്യാകാശം കണ്ടിട്ടില്ല. ഇന്നത്തെ ഗോസ്പലിൽ തീയിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്ന ധനവാൻ അബ്രാഹത്തോട്ട് പറയാണ്, അല്ല അസറിനെ ഒന്ന് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്. എൻ്റെ 5 സഹോദരങ്ങൾ അവിടെ ഉണ്ട്. അവർക്ക് എൻ്റെ ഗതികേട് വരാതിരിക്കാൻ ഇവനൊരു സാക്ഷിയായിട്ട് പോട്ടെ. അബ്രാഹം പറഞ്ഞ എൻ്റെ ആവശ്യമില്ല. അവർക്ക് മോശയും പ്രവാചകന്മാരും നിയമങ്ങളും പ്രവാചകന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ബൈബിളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ധനവൻ പറയും, അങ്ങനെയല്ല, ഈ മരിച്ച ഒരാളെ എന്ന് പറയുമ്പോഴേ അതിന് വ്യത്യാസമുണ്ട്. അബ്രാഹം പറഞ്ഞു, ഒരു വ്യത്യാസമില്ല. മോശയും പ്രവാചകന്മാരെയും കേൾക്കാത്ത ആൾക്കാർ മരിച്ചവൻ ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരിയാണ്, നമ്മളൊക്കെ എത്ര ശൂന്യാകാശ യാത്രകൾ നടത്തിയാലും എത്ര ശൂന്യാകാശ യാത്രകൾ നടത്തിയ ആൾക്കാരെ കണ്ടാലും ഈ ഭൂമിയേക്കാൾ വലിയ സ്വർഗമില്ലെന്ന് നമ്മൾ വിശ്വസിക്കില്ല. ഈ ഭൂമിയിൽ സ്വർഗത്തെ കാണാത്തവൻ എങ്ങനെയാണ് മറ്റൊരു സ്വർഗത്തെ കാണാൻ പറ്റുക? എങ്ങനെയാണ് ദൈവത്തെ കാണാൻ പറ്റുക?